Hi all. So നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് വൺ ആണ്. പക്ഷേ ബിഫോർ ദിസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ പാതി വെച്ചിട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ അപ്ലോഡഡ് ദാറ്റ് വീഡിയോ ബിക്കോസ് എൻ്റെ കോഡ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലനേഷൻ ആയിരുന്നു പാതി വെച്ചിട്ട് കട്ടായത്. ആൻഡ് ആ വീഡിയോയിൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസും ഉണ്ടായിരുന്നു. സോ ഞാൻ കരുതുന്നത് ഈ വീഡിയോയിലെ എക്സ്പ്ലനേഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ന്യൂ ആഡ് വൺ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആൻഡ് ഇതായിരുന്നു നമ്മുടെ അപ്രോച്ച്. സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് പൈത്തണിൽ റിവേഴ്സ്ഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് സ്ട്രിങ്സ് റിവേഴ്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ ഇൻപുട്ടിനെ 53 എന്നുള്ളൊരു ഇൻപുട്ടിനെ സ്ട്രിങ് ആക്കിയിട്ട് റിവേഴ്സ് ആക്കാം. എന്നിട്ട് ആ സ്ട്രിങ്ങിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്താലും മതി. അതൊരു ഭയങ്കര അൺഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു വേ ആയിരുന്നു. ഇൻഒപ്റ്റിമൈസ്ഡ് ഐ തിങ്ക്. സോ ഓക്കെ, അപ്പം ഇതില് എന്താണ് ഈ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഹായ് ഹെലോ എന്നാണെങ്കിൽ നമുക്കറിയാം ഞാൻ ഹെലോന്ന് സോറി A of 1 to 6 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷൻ ടു ആറാമത്തെ 0 1 2 3 4 5 6, അതായത് 6 വരെ പോകില്ല, 5 വരെ, അതായത് 1 to 5 വരെയുള്ള വാല്യൂസ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇനി ഇതിന്റെ ഇവിടെ ഒരു സെമിക്കോളൻ അല്ലേ യൂസ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് വാല്യൂ കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ, ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന പൊസിഷൻ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ, ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന പൊസിഷൻ, ആൻഡ് ഇത് സ്റ്റെപ്പ്. ഇത് സ്റ്റാർട്ട്, ഇത് സ്റ്റോപ്പ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷൻ, 6th പൊസിഷനിൽ സ്റ്റോപ്പ് ചെയ്യും. എക്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് എന്നാ പറയുന്നത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് എവറിഥിങ്, നമ്മൾ കൊടുത്തേക്കുന്ന എന്താ, ടേക്ക് എവറിഥിങ് ബട്ട് സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ്. -1 ഇതൊരു ട്രിക്ക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പോലെ. -1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഓയിലേക്കായിരിക്കും. അതായത് -1 എന്ന് പറഞ്ഞാൽ ഓയിലേക്കായിരിക്കും. അപ്പം സ്റ്റാർട്ട് പൊസിഷൻ ടു എൻഡ് പൊസിഷൻ എടുക്കണം, പക്ഷേ ബാക്ക്വേർഡ്. സ്റ്റാർട്ട് പൊസിഷൻ ടു എൻഡ് പൊസിഷൻ. അപ്പം എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് വരേണ്ടത് ബാക്ക്വേർഡിലേക്കായിരിക്കണം പ്രിന്റ് ചെയ്ത് വരേണ്ടത്. അതാണ് ഇത്രയും ഉദ്ദേശിച്ചത്. ഇത് സ്റ്റാർട്ട്, ഇത് സ്റ്റോപ്പ്, ആൻഡ് ഇത് സ്റ്റെപ്പ്. സോ ഞാൻ ഇവിടെ 2 സെമിക്കോളൻ ഇവിടെ വാല്യൂ കൊടുത്തിട്ടില്ല, ഇവിടെയും വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് അസ്യൂം സ്റ്റാർട്ട് ടു സ്റ്റോപ്പ് -1 വിച്ച് മീൻസ് ടു ബാക്ക്വേർഡ്സ്. ഇതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് വൺ. ഓക്കെ, ആഡ് വൺ എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ യു ആർ ഗിവൺ ദ നെയിം ആൻഡ് ഏജ് ഓഫ് എ പേഴ്സൺ. നെയിമും ഏജും, നെയിമും തന്നിട്ടുണ്ട്, ഏജും തന്നിട്ടുണ്ട്. യു വാണ്ട് ടു സേ ഹെലോ ടു ദ പേഴ്സൺ എലോങ് വിത്ത് വാട്ട് ദെയർ ഏജ് വിൽ ബി ആഫ്റ്റർ 1 year. സിമ്പിൾ. എ സിംഗിൾ ലൈൻ വിത്ത് 2 സെപ്പറേറ്റ് സ്പേസ് ഇൻപുട്ട്. അതായത് എ സിംഗിൾ ലൈൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹെലോ, നെയിം, നെക്സ്റ്റ് ഇയർ യു വിൽ ബി. ഓക്കെ, സിമ്പിൾ ആണല്ലേ, നമ്മുടെ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ. നെയിം, ഏജ് ആണല്ലേ. അപ്പം ഓക്കെ, ഇതില് വരാൻ ചാൻസ് ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ മാപ്പ് നമ്മൾ മുന്നേ ഇവിടെ എന്തായിരുന്നു കൊടുത്തത്,
ഇൻറ്റിജർ ആയിരുന്നു കൊടുത്തത്. അപ്പം ഇവിടെ ഇൻറ്റിജറും ഉണ്ട്, അതുപോലെ തന്നെ ഏജും ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ അതായത് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഒരു 2 അയച്ചിട്ടുണ്ടാണ്. അപ്പൊ അല്ലേ മാപ്പിന് 2 ആർഗ്യുമെന്റ്സ് വേണമെന്നായിരുന്നു. സോ അപ്പം ഇവിടെ മാപ്പിന്റെ ആവശ്യം ഉണ്ടോ ചോദിക്കാം. എന്തുകൊണ്ട് മാപ്പ് ചെയ്യണ്ട? കാരണം മാപ്പ് ആയിരുന്നെങ്കിൽ ഈ വാല്യൂസിനെ ഫുൾ ഇൻറ്റിജർ ആക്കണമെങ്കിൽ, നെയിമും ഏജും ഇൻറ്റിജർ ആക്കണമെങ്കിൽ നമുക്ക് മാപ്പ് യൂസ് ചെയ്യാം. അതായത് ഒറ്റ അതായത് ഒരു ഫംഗ്ഷൻ ആ എലമെന്റിന് ഫുള്ളിനും കൊടുക്കുന്നെങ്കിൽ മാപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് ഡയറക്ട്ലി കൊടുത്താൽ മതി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 2 ഡേറ്റ ടൈപ്സ്, അതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്? ഹലോ റാമിന് പകരം hello name. Next year you will be age plus 1 years old. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എറർ കാണിക്കുന്ന എന്താ? അതായത് ഏജ് എന്നുള്ളത് ഇപ്പോഴും ഇൻറ്റിജർ ആണ്. അപ്പം എനിക്ക് ഈ ഏജിനെ എന്താക്കണം? ഏജ് എന്നുള്ളത് ഇപ്പോഴും സ്ട്രിങ് ആണ്. എനിക്ക് ഈ സ്ട്രിങ്ങിനെ ഇൻറ്റിജർ ആക്കണം. അപ്പോൾ ഞാൻ ഏജിന് പകരം ഇൻഡ് ഓഫ് ഏജ് ഇൻറ്റിജർ ആക്കണം. ഇൻഡ് ഓഫ് ഏജ് +1. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, that's fine.